ഹായ് ഓൾ എല്ലാവർക്കും മഡ 24/7 മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സ്പെഷ്യൽ കറണ്ട് അഫയർ ക്ലാസ്സിലേക്കും സ്വാഗതം. അപ്പോൾ 95ാമത് ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അഡ 24/7 മലയാളം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങളുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ്, ഡെയിലി ക്യൂസസ്, മാഗസിൻസ്, നോട്ട്സ് ആൻഡ് ആർട്ടിക്കൽസ്, ചോപ്പലേറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഓസ്കാർ അവാർഡിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ്? 95ാമത് ഓസ്കാർ പുരസ്കാരമാണ് 2023 പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ചോദ്യവും നമ്മുടെ അത് തന്നെയാണ്. എത്രാമത്തെ ഓസ്കാർ പുരസ്കാര ദാന ചടങ്ങാണ് 2023 മാർച്ചിൽ നടന്നത്? എന്താണ് ഉത്തരം? 95ാമതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ 90 എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ 95 ആണോ എന്നുള്ള ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് 2023 എന്ന് പറയുമ്പോൾ 2ഉം 3ഉം കൂടെ ചേർത്താൽ എത്രയാണ്? 5 ആണ്. അപ്പൊ 2, 3, 5, 95 അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. 1-2 തവണ വായിച്ചാൽ മതിയാവും, പിന്നെ നിങ്ങൾക്ക് അത് മൈൻഡിൽ നിന്നോളും. അപ്പൊ എത്രാമത്തെ ഓസ്കാർ പുരസ്കാരദാന ചടങ്ങാണ് 2023 മാർച്ചിൽ നടന്നത്? 95 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 95ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ അവതാരികയായി എത്തിയ ഇന്ത്യൻ അഭിനേത്രി ആരാണ്? ദീപിക പദുകോണാണ്. 95ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ അവതാരികയായി എത്തിയ ഇന്ത്യൻ അഭിനേത്രി ആരാണ്? ദീപിക പദുകോണാണ്. അപ്പൊ ദീപിക അടക്കം 16 പേരാണ് അവതാരകരായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഇതൊക്കെ ഡെയിലി കറണ്ട് അഫയർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ദീപിക പദുകോണിനെ പറ്റി നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? 2022 ഫിഫ ഖത്തർ വേൾഡ് കപ്പ് ഫൈനലിൽ ട്രോഫി അനാവരണം ചെയ്തതും ആരായിരുന്നു? ദീപിക പദുകോണായിരുന്നു. അപ്പൊ ഓർമ്മയുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഓർത്തിരിക്കുക, 95ാമത് ഓസ്കാർ പുരസ്കാര ദാന ചടങ്ങാണ് 2023 മാർച്ചിൽ നടന്നത്. അതില് അവതാരികയായി എത്തിയ ഇന്ത്യൻ അഭിനേത്രി ആരാണ്? ദീപിക പദുകോണാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ നേടിയത് ഏത് ചിത്രമാണ്? മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ നേടിയത് എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ്. എന്താണ്? എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ കിട്ടിയത്. എന്താണ്? എവ്രിതിങ്. എവ്രിതിങ് എന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. എവ്രിതിങ് എവ്രിവെയർ, എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ്, എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ്. ഇപ്പൊ തന്നെ പഠിച്ചു പോകാം കേട്ടോ. എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിനാണ് മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. എന്താണ്? എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ്, അതിനാണ്. അതുപോലെ മികച്ച സംവിധായകർക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡാനിയൽ ക്വാൻ, പിന്നെ ഡാനിയൽ ഷീനർ. ഈ രണ്ടുപേർക്കാണ്. ഡാനിയൽ ക്വാനിനും ഡാനിയൽ ഷീനർട്ടിനുമാണ്. അപ്പൊ ഡാനിയൽ എന്നുള്ളത് കോമൺ ആയിട്ട് ഓർത്തിരിക്കുക, പിന്നെ ക്വാൻ ഷീനർട്ട് അത് രണ്ടും ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഡാനിയൽ ക്വാനിനും ഡാനിയൽ ഷീനർട്ടിനുമാണ്. അപ്പൊ ഡാനിയൽ എന്നുള്ളത് കോമൺ ആയിട്ട് ഓർത്തിരിക്കുക, പിന്നെ ക്വാൻ അതുപോലെ ഷീനർട്ട്. ക്വാൻ ഷീനർ, ക്വാൻ ഷീനർട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ക്വാൻ ഷീനർട്ട്. അപ്പൊ ഡാനിയൽ ക്വാനിനും ഡാനിയൽ ഷീനർട്ടിനുമാണ് മികച്ച സംവിധായകർക്കുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഏതാണ് സിനിമ? ഏത് സിനിമയുടെ സംവിധാനത്തിനാണ്? എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയുടെ സംവിധാനത്തിനാണ് മികച്ച സംവിധായകർക്കുള്ള ഓസ്കാർ കിട്ടിയിട്ടുള്ളത്. ഡാനിയൽ ക്വാനിനും ഡാനിയൽ ഷീനർട്ടിനുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ മികച്ച നടനുള്ള ഓസ്കാർ ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? ബ്രണ്ടൻ ഫ്രേസർക്കാണ്. ബ്രണ്ടൻ ഫ്രേസറിനാണ് മികച്ച നടനുള്ള ഓസ്കാർ. പേരെന്താണ്? ബ്രണ്ടൻ ഫ്രേസർ. പേരെന്താണ്? ബ്രണ്ടൻ ഫ്രേസർ എന്നാണ് പേര്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ബ്രണ്ടൻ ഫ്രേസറിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സിനിമ ഏതാണ്? ദ വെയിൽ എന്ന സിനിമയ്ക്കാണ്. ദ വെയിൽ എന്ന സിനിമയ്ക്കാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. മികച്ച നടനുള്ള ഓസ്കാർ ആർക്കാണ്? ബ്രണ്ടൻ ഫ്രേസർ. ബ്രണ്ടൻ ഫ്രേസർക്കാണ്. സിനിമ ഏതാണ്? ദ വെയിൽ എന്ന സിനിമയ്ക്കാണ്. ദ വെയിൽ എന്ന സിനിമയ്ക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ മികച്ച നടിക്കുള്ള ഓസ്കാർ ലഭിച്ചത് ആർക്കാണ്? മിഷേൽ യോ. മിഷേൽ യോക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത്. മിഷേൽ യോക്കാണ്. ഏത് സിനിമ തന്നെയാണ്? എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയ്ക്ക് തന്നെയാണ്. അപ്പൊ മികച്ച നടിക്കുള്ള ഓസ്കാർ ലഭിച്ചിട്ടുള്ളത് മിഷേൽ യോ, എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയ്ക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ മിഷേൽ യോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? എന്തായിരുന്നു നമ്മൾ നേരത്തെ മിഷേൽ യോയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ വേറൊരു അവാർഡ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഷേൽ യോയ്ക്ക് മ്യൂസിക്കൽ ഓർ കോമഡി വിഭാഗത്തിൽ ബെസ്റ്റ് ആക്ട്രസിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ ഗ്ലോബ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് മിഷേൽ യോ എന്നുള്ളത് ഓർത്തിരിക്കുക. മലേഷ്യൻ ആക്ട്രസ് ആണ് കേട്ടോ. അപ്പൊ മികച്ച നടിക്കുള്ള ഓസ്കാർ ലഭിച്ചത് മിഷേൽ യോയ്ക്കാണ്. സിനിമ ഏതാണ്? എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയ്ക്ക് തന്നെയാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ ദി എലിഫന്റ് വിസ്പറേഴ്സ് അതിനെന്താണ് ലഭിച്ചത്? മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ദ എലിഫന്റ് വിസ്പറേഴ്സ്.
മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ദ എലഫന്റ് വിസ്പറേഴ്സ്. ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. എലഫന്റ്, ആ ഒരു ആനയുടെ ചിത്രമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ദ എലഫന്റ് വിസ്പറേഴ്സിനാണ് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ ഓസ്കാർ വിൻ ചെയ്യുന്ന ആദ്യ ഫസ്റ്റ് ഇന്ത്യൻ ഫിലിം ആണ് ഇതെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഓസ്കാർ ലഭിക്കുന്ന ഫസ്റ്റ് ഇന്ത്യൻ ഫിലിം ആണെന്നുള്ളത് ഓർത്തിരിക്കുക. എന്താണ് പേര്? അതിന്റെ പേരെന്താണ്? ദ എലഫന്റ് വിസ്പറേഴ്സ്. ദ എലഫന്റ് വിസ്പറേഴ്സ് എന്നുള്ളതാണ് അതിന്റെ പേര്. തമിഴ് ഡോക്യുമെന്ററി ആണ്. ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നോക്കുക, മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രത്തിനുള്ള പുരസ്കാരം ദ എലഫന്റ് വിസ്പറേഴ്സ് സ്വന്തമാക്കി. കാർത്തികി ഗോൾസാൽവേസ് ആണ് സംവിധാനം ചെയ്തത്. മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രത്തിനുള്ള പുരസ്കാരം ദ എലഫന്റ് വിസ്പറേഴ്സ് സ്വന്തമാക്കി. അതിന്റെ സംവിധായിക ആരാണ്? കാർത്തികി ഗോൾസാൽവേസ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. കാർത്തികി ഗോൾസാൽവേസ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഉപേക്ഷിക്കപ്പെട്ട 2 ആനകളും അവയുടെ സംരക്ഷകരായ ആദിവാസി ദമ്പതികളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് എലിഫന്റ് വിസ്പറേഴ്സിന്റെ പ്രമേയം എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പൊ തമിഴ് ഡോക്യുമെന്ററി ആണ് ദ എലഫന്റ് വിസ്പറേഴ്സ്. മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. സംവിധാനം ചെയ്തിട്ടുള്ളത് ആരാണ്? കാർത്തികി ഗോൾസാൽവേസ് ആണ്. കാർത്തികി ഗോൾസാൽവേസ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള ഓസ്കാർ ലഭിച്ചത് ആർക്കാണ്? അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന മൂവിക്കാണ് മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള ഓസ്കാർ. മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള ഓസ്കാർ ലഭിച്ചത് അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന മൂവിക്കാണ്. ഡയറക്ടർ ആരാണ്? ജെയിംസ് ക്യാമറൂൺ ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലെ. അപ്പൊ മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള ഓസ്കാർ ലഭിച്ചിട്ടുള്ളത് അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന മൂവിക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അജു ഇതിന്റെ PDF ഷെയർ ചെയ്യാം കേട്ടോ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള ഓസ്കാർ അവതാർ ദ വേ ഓഫ് വാട്ടറിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മികച്ച ശബ്ദലേഖനത്തിനുള്ള ഓസ്കാർ ലഭിച്ചിട്ടുള്ളത് ടോപ്പ് ഗൺ മാവറിക്കിനാണ്. മികച്ച ശബ്ദലേഖനം അല്ലെങ്കിൽ ബെസ്റ്റ് സൗണ്ടിനുള്ള ഓസ്കാർ ലഭിച്ചിട്ടുള്ളത് ടോപ്പ് ഗൺ മാവറിക്കിനാണ്. ടോപ്പ് ഗൺ. അപ്പൊ ഈ ഗണ്ണ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം ശബ്ദം. ഗണ്ണിന് ഭയങ്കര ശബ്ദമാണത്. അത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. ശബ്ദം, ഗണ്ണ് വെച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. മികച്ച ശബ്ദലേഖനത്തിനുള്ള ഓസ്കാർ ലഭിച്ചിട്ടുള്ളത് ടോപ്പ് ഗൺ മാവറിക്കിനാണ്. മികച്ച ശബ്ദലേഖനത്തിനുള്ള ഓസ്കാർ ലഭിച്ചിട്ടുള്ളത് ടോപ്പ് ഗൺ മാവറിക്കിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ മികച്ച ഒറിജിനൽ ഗാനത്തിനുള്ള ഓസ്കാർ നാട്ടു നാട്ടു എന്ന സോങ്ങിനാണ്. നമ്മളിത് കുറെ നാളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മികച്ച ഒറിജിനൽ സോങ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ആർക്കും കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പൊ മികച്ച ഒറിജിനൽ ഗാനത്തിനുള്ള ഓസ്കാർ ഏതിനാണ്? നാട്ടു എന്ന ഗാനത്തിനാണ്. മികച്ച ഒറിജിനൽ ഗാനത്തിനുള്ള ഓസ്കാർ നാട്ടു എന്ന സോങ്ങിനാണ്. MM കീരവാണിയാണ് ഇത് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. വരികൾ എഴുതിയത് ആരാണ്? ചന്ദ്രബോസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ മികച്ച ഒറിജിനൽ ഗാനത്തിനുള്ള ഓസ്കാർ നാട്ടു എന്ന സോങ്ങിനാണ്. MM കീരവാണിയാണ് അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഗാനത്തിന് വരികൾ എഴുതിയത് ആരാണ്? ചന്ദ്രബോസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, മികച്ച എഡിറ്റിംഗ് അത് ഏത് സിനിമയ്ക്കാണ്? എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയ്ക്ക് തന്നെയാണ് മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയ്ക്കാണ് മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മികച്ച വിദേശ ചിത്രം അതേതാണ്? ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്. ജർമ്മൻ ചിത്രമായ ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് എന്ന സിനിമയ്ക്കാണ് മികച്ച വിദേശ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. സിനിമയുടെ പേരെന്താണ്? ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് എന്ന സിനിമയ്ക്കാണ് മികച്ച വിദേശ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ഓർത്തിരിക്കുക. മികച്ച എഡിറ്റിംഗ് ഏതിനാണ്? എവ്രിതിങ് എവ്രിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയ്ക്കാണ് മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം. മികച്ച വിദേശ ചിത്രം ഏതാണ്? ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്. ജർമ്മൻ ചിത്രമായ ഓൾ ക്വൈറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ടിനാണ് മികച്ച വിദേശ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ ഓസ്കാർ അവാർഡിനെ കുറിച്ച് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അക്കാദമി അവാർഡ് എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ഓസ്കാർ ആണ്. ഓസ്കാർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അക്കാദമി അവാർഡ് എന്ന പേരിലാണ് ഓസ്കാർ പുരസ്കാരം അറിയപ്പെടുന്നത്. അക്കാദമി അവാർഡ് എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഓസ്കാർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓസ്കാർ അവാർഡ് നൽകി തുടങ്ങിയ വർഷം എപ്പോൾ മുതലാണ് നൽകി തുടങ്ങിയത്? 1929 മുതലാണ് ഓസ്കാർ അവാർഡ് നൽകി തുടങ്ങിയത്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അക്കാദമി അവാർഡ് എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ഓസ്കാർ പുരസ്കാരം. ഏത് വർഷം മുതലാണ് നൽകി തുടങ്ങിയത്? 1929 മുതലാണ് നൽകി തുടങ്ങിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, ഓസ്കാർ ശില്പം നിർമ്മിച്ചിരിക്കുന്ന ലോഹക്കൂട്ട് അതെന്താണ്? ബ്രിട്ടാനിയമാണ്. ഓസ്കാർ ശില്പം നിർമ്മിച്ചിരിക്കുന്ന ലോഹക്കൂട്ട് എന്താണ്? ബ്രിട്ടാനിയം ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓസ്കാർ പുരസ്കാരം നൽകുന്ന സംഘടന അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ്, അമേരിക്കയാണ്. ഓസ്കാർ പുരസ്കാരം നൽകുന്ന സംഘടനയുടെ പേര് ഓർത്തിരിക്കുക. എന്താണ്? അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ്. അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് ആണ് ഓസ്കാർ പുരസ്കാരം നൽകുന്ന സംഘടന എന്നുള്ളത് ഓർത്തിരിക്കുക.
അപ്പൊ അക്കാദമി അവാർഡ് എന്നാണ് ഓസ്കാർ പുരസ്കാരം അറിയപ്പെടുന്നത്. ഏത് വർഷം മുതലാണ് നൽകി തുടങ്ങിയത്? 1929 മുതലാണ് നൽകി തുടങ്ങിയത്. ഓസ്കാർ ശില്പം നിർമ്മിച്ചിരിക്കുന്ന ലോഹക്കൂട്ട് ഏതാണ്? ബ്രിട്ടാനിയമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓസ്കാർ പുരസ്കാരം നൽകുന്ന സംഘടന ഏതാണ്? അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓസ്കാർ അവാർഡായി നൽകുന്ന ശില്പത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓർത്തിരിക്കുക, 5 അഴികളുള്ള ഒരു ഫിലിം റീലിന്റെ മുകളിൽ വാളും പിടിച്ചു നിൽക്കുന്ന ഒരു പോരാളിയുടെ രൂപമാണ് 13.5 ഇഞ്ച് നീളവും 8.5 LBS ഭാരവുമാണ് ഇതിനുള്ളത്. ഓസ്കാർ അവാർഡായി നൽകുന്ന ശില്പം 5 അഴികളുള്ള ഒരു ഫിലിം റീലിന്റെ മുകളിൽ വാളും പിടിച്ചു നിൽക്കുന്ന ഒരു പോരാളിയുടെ രൂപമാണ് അതിനുള്ളത്. 13.5 ഇഞ്ച് നീളമാണുള്ളത്. 13.5 ഇഞ്ച് നീളമാണുള്ളത്. 8.5 LBS ഭാരവുമാണ് ഇതിനുള്ളത്. 8.5 LBS എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3.8 കിലോഗ്രാം ഒക്കെ വരും കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കുക. 13.5 ഇഞ്ച് നീളവും 8.5 LBS ഭാരവുമാണ് ഇതിനുള്ളത്. ഫിലിം റീലിലുള്ള 5 അഴികൾ അഭിനേതാവിനെയും എഴുത്തുകാരനെയും സംവിധായകനെയും നിർമ്മാതാവിനെയും സാങ്കേതിക വിദഗ്ധരെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മെക്സിക്കൻ അഭിനേതാവായ എമിലിയോ ഫെർണാണ്ടസിന്റെ രൂപമാണ് ഓസ്കാർ ശില്പത്തിനുള്ളത്. മെക്സിക്കൻ അഭിനേതാവായ എമിലിയോ ഫെർണാണ്ടസിന്റെ രൂപമാണ് ഓസ്കാർ ശില്പത്തിനുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു നീളം ഭാരമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. 13.5 ഇഞ്ച് നീളവും 8.5 LBS ഭാരവുമാണ് ഇതിനുള്ളത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഐറിഷ് ആർട്ട് ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറുമായിരുന്ന സെഡ്രിക് ഗിബൺസ് ആണ് ഈ ശില്പം രൂപകൽപ്പന ചെയ്തത്. അത് നിർമ്മിച്ചെടുത്തത്, ശില്പിയുടെ പേര് ഓർത്തിരിക്കുക, എന്താണ്? ജോർജ് സ്റ്റാൻലി എന്നാണ്. അത് നിർമ്മിച്ചെടുത്തത് ജോർജ് സ്റ്റാൻലി എന്ന ശില്പിയാണ്. ജോർജ് സ്റ്റാൻലി എന്ന ശില്പിയാണ് അത് നിർമ്മിച്ചെടുത്തത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊന്ന് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ ഓർമ്മയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്നാമത് നമ്മൾ എന്താണ് പഠിച്ചത്? എത്രാമത്തെ ഓസ്കാർ പുരസ്കാരദാന ചടങ്ങാണ് കഴിഞ്ഞ ദിവസം നടന്നത്? എത്രാമത്തെ ഓസ്കാർ പുരസ്കാരദാന ചടങ്ങാണ് നടന്നത്? 95ാമതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. എത്രാമത്തെയാണ്? 95ാമത്തെയാണ്. 95ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ അവതാരികയായി എത്തിയ ഇന്ത്യൻ അഭിനേത്രി ആരാണ്? ദീപിക പദുകോൺ ആണ്. 95ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ അവതാരികയായി എത്തിയ ഇന്ത്യൻ അഭിനേത്രി ആരാണ്? ദീപിക പദുകോൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മികച്ച ചിത്രം, നിങ്ങൾ ചിലപ്പോൾ ഫുള്ളായിട്ട് ഓർമ്മ വന്നില്ലെങ്കിലും നിങ്ങൾ എവ്രി എന്നുള്ളത് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എവ്രിതിങ് എവ്രിവെർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ മികച്ച ചിത്രം ഏതാണ്? എവ്രിതിങ് എവ്രിവെർ ഓൾ അറ്റ് വൺസ്. എവ്രിതിങ് എവ്രിവെർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. മികച്ച നടി ആരാണ്? മിഷേൽ യോ ആണ്. മികച്ച നടി ആരാണ്? മിഷേൽ യോ ആണ്. ചിത്രം ഏതാണ്? എവ്രിതിങ് എവ്രിവെർ ഓൾ അറ്റ് വൺസ് എന്ന മൂവിക്കാണ് മിഷേൽ യോ തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടിയായിട്ട് മിഷേൽ യോ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതാണ്? എവ്രിതിങ് എവ്രിവെർ ഓൾ അറ്റ് വൺസ് എന്ന മൂവി തന്നെയാണ്. മികച്ച നടൻ ആരാണ്? ബ്രണ്ടൻ ഫ്രേസർ. ബ്രണ്ടൻ ഫ്രേസർ ആണ്. മികച്ച നടൻ ആരാണ്? ബ്രണ്ടൻ ഫ്രേസർ ആണ്. മികച്ച നടൻ ബ്രണ്ടൻ ഫ്രേസർ ആണ്. ചിത്രം, അദ്ദേഹത്തിന്റെ മൂവി ഏതാണ്? ദ വെയിൽ എന്ന മൂവിക്കാണ് അദ്ദേഹം മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ബ്രണ്ടൻ ഫ്രേസർ ആണ് മികച്ച നടൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ചിത്രം ഏതാണ്? ദ വെയിൽ എന്ന ചിത്രമാണ്. മികച്ച സംവിധാനം, മികച്ച സംവിധായകൻ എവ്രിതിങ് എവ്രിവെർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയുടെ സംവിധായകരായ ഡാനിയൽ ക്വാനിനും ഡാനിയൽ ഷീനറിനുമാണ് ലഭിച്ചിട്ടുള്ളത്. എവ്രിതിങ് എവ്രിവെർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയുടെ സംവിധായകരായ ഡാനിയൽ എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ക്വാനിൻ ഷീനർ അത് ഓർത്തിരിക്കുക. ഡാനിയൽ ക്വാനിനും ഡാനിയൽ ഷീനറിനുമാണ് മികച്ച സംവിധായകർക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മികച്ച എഡിറ്റിംഗ് ഏത് സിനിമയാണ്? മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണ്? എവ്രിതിങ് എവ്രിവെർ ഓൾ അറ്റ് വൺസ് തന്നെയാണ്. മികച്ച വിദേശ ചിത്രം ജർമ്മൻ ചിത്രമായ ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് ആണ്. മികച്ച വിദേശ ചിത്രം ഏതാണ്? ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് ആണ്. ജർമ്മൻ ചിത്രമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മികച്ച ഒറിജിനൽ സംഗീത വിഭാഗത്തിൽ RRRലെ നാട്ടു നാട്ടു എന്ന ഗാനമാണ് പുരസ്കാരം നേടിയത്. മികച്ച ഒറിജിനൽ സോങ് ഏതാണ്? RRRലെ നാട്ടു നാട്ടു എന്ന ഗാനമാണ്. അതുപോലെ മികച്ച ഡോക്യുമെന്ററി ഏതാണ്? മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രത്തിനുള്ള പുരസ്കാരം ദ എലഫന്റ് വിസ്പറേഴ്സ് ആണ് സ്വന്തമാക്കിയത്. മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ദ എലഫന്റ് വിസ്പറേഴ്സ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് സംവിധാനം ചെയ്തത് ആരാണ്? കാർത്തികി ഗോൾസാൽവേസ് ആണ്. കാർത്തികി ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കാർത്തികി ഗോൾസാൽവേസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു സംഭവം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദ എലഫന്റ് വിസ്പറേഴ്സ്, അതിന്റെ സംവിധായിക ആരാണ്? കാർത്തികി ഗോൾസാൽവേസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് തന്നെ ഇത് പഠിച്ചു പോകാം. നമ്മൾ ഇനി എക്സാമിന്റെ തലേ ദിവസത്തേക്കൊന്നും വെക്കേണ്ട. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.